എണ്ണയിലേക്ക് ഡയറക്റ്റ് ഈ സ്റ്റാൻഡ് ഉരുട്ടിക്കൊണ്ട് ഇരുന്നിട്ട് നേരെ എണ്ണയ്ക്കകത്തേക്ക് തന്നെ ഈ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. ഇതേപോലെ ആണ് ഇതിന്റെ മാവ് ഫില്ല് ചെയ്യുന്ന ബാരൽ വരുന്നത്. വെറുതെ സ്ലൈഡിംഗ് മെക്കാനിസം ആണ്. വെറുതെ ഇങ്ങനെ കയറ്റി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലോക്കോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഫാസ്റ്റ് പ്രൊഡക്ഷൻ വേണ്ടവർക്ക് ഇങ്ങനെ വെറുതെ അങ്ങ് അടിച്ചു വിട്ടാൽ മതി. പെട്ടെന്ന് അത് തീരുന്ന ഉടനെ അടുത്ത ബാരൽ വെച്ച് ലോക്ക് ചെയ്യുന്നു. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ROVER എന്ന് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പാലക്കാട് മുത്തോലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് ഒരു ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹോസ്റ്റലിലാണ്. വലിയൊരു ഹോസ്റ്റലാണ് കേട്ടോ. 300ഓളം കുട്ടികൾ ഇവിടെ താമസിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരു മെഷീൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇടിയപ്പം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്ലേ. അത് 300ഓളം കുട്ടികൾക്ക് ഒരേ സമയം ഇടിയപ്പം ഉണ്ടാക്കണമെങ്കിൽ കൈകൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണോ? ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു മെഷീൻ വെച്ചിട്ട് ഇടിയപ്പം ചെയ്ത ഒരു കാഴ്ച നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്താണ് മെഷീന്റെ വിശേഷങ്ങൾ, എങ്ങനെ ചെയ്തെടുക്കും നമുക്ക് കാണാം. നേരെ മെഷീന്റെ വിശേഷങ്ങളിലേക്ക്. ഈ ഒരു ഇടിയപ്പം മെഷീൻ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ള മനോജ് തോമസ് സാർ, ഈ ഒരു മെഷീൻ കണ്ടെത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു? നമുക്ക് മാർക്കറ്റിൽ ഈ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്ഷന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ആളുകൾക്ക് ചെയ്യുന്നത്. കൈകൊണ്ടൊക്കെ ചെയ്ത് ഭയങ്കര ആയാസപ്പെട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിരുന്നു. ഇത് കൊമേഴ്ഷ്യൽ ആണ്, ഇത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള മെഷീനാണ്. വലിയ മെഷീൻ, 1 കിലോ 300 ഗ്രാമാണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. അതിൽ വരുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റും. വലിയ തട്ട് 50-ന്റെ ഒക്കെ തട്ട് വെച്ചിട്ട് അതിലേക്ക് ഓരോ കുഴിയിലേക്ക് നമുക്ക് ആക്കാൻ പറ്റുന്ന ഒരു മെഷീനറി മാർക്കറ്റിൽ അവൈലബിൾ അല്ലായിരുന്നു. റൊട്ടേറ്റ് ചെയ്ത് വരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പം ഇത് നമുക്ക് ചെറിയ ഇടിയപ്പവും വലിയ ഇടിയപ്പവും ചെയ്യാവുന്ന ഒരു മെഷീനറിയാണ്. നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വരുന്ന സംവിധാനം ചെയ്യാം, അല്ലാതെ തന്നെ സിംഗിൾ ആയിട്ട് ഓരോ കുഴിയിലേക്ക് ആക്കുന്ന രീതിയിലും ചെയ്യാവുന്ന ഒരു മെഷീനാണ് ഇത്. ഗിയർഡ് മോട്ടറാണ് ഇത്. വേറെ അഡീഷണൽ ഫിറ്റിങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് സിമ്പിളായിട്ട് ഓരോ ഇതിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്. വലിയ സ്ഥലങ്ങൾ, കൂടുതൽ ആളുകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന. അതെ. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് അതിലേക്ക് നമുക്ക്. ഇതാണ് ഈ മെഷീന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. നമുക്ക് എവിടെയാണ് അതിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇതിൽ കൺട്രോളിംഗ് സിസ്റ്റം ആണ്. നമുക്ക് സ്പീഡ് വേണമെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഇനി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടിയിടാം. ഇത് നമുക്ക് മാനുവൽ ഒരു ഓൺ ഓഫ് സ്വിച്ച് ആണ് ഇതിന് വരുന്നത്. പിന്നെ ഫുഡ് സ്വിച്ചിലാണ് നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് വളരെ ഒട്ടും സ്ട്രെയിൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും. കാലുകൊണ്ട് ഇങ്ങനെ കാലുമേലാണ്. ഈ ആക്സിലേറ്റർ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓരോ കുഴിയിലേക്കും ആക്കി വിടാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഇങ്ങനെ സപ്പോർട്ടീവായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ആയി വരും ഈ മെഷീൻ ഫുള്ളായിട്ട്. അത് ഭയങ്കര സൗകര്യമായിരിക്കും. ഇപ്പോൾ 50 കുഴിയൊക്കെയുള്ള തട്ടിലേക്കാണെങ്കിലും ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇത്രയും വലിയൊരു മെഷീൻ ആണെങ്കിലും അതിന്റെ ഒരു പ്രയാസമൊന്നുമില്ല. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഇതേപോലെ ആണ് ഇതിന്റെ മാവ് ഫില്ല് ചെയ്യുന്ന ബാരൽ വരുന്നത്. വെറുതെ സ്ലൈഡിംഗ് മെക്കാനിസം ആണ്. വെറുതെ ഇങ്ങനെ കയറ്റി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലോക്കോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ മുകളിൽ ഇവിടെ ഫിറ്റ് ആക്കി വെച്ചിട്ട് മേലെ മേലെ നമ്മൾ സ്പ്രിങ് ഇട്ടിട്ട് അത് നിർത്തിയിരിക്കുകയാണ്. അതിങ്ങനെ തിരിഞ്ഞ് ഇതിങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ആവും. ഇങ്ങനെ റൊട്ടേറ്റ് ആയി വരും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിങ്ങനെ ഓരോ കുഴിയിലേക്ക് ആക്കുന്ന വിധത്തിൽ ഹെൽപ്പായിട്ട് വരും. ഇങ്ങനെയാണ് ഇതിന്റെ രീതി വരുന്നത്. അത് കാല് നമ്മൾ സ്വിച്ചിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് കട്ടാകും ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ വെന്ത് വന്നു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് പിന്നെ ഇതിന്റെ ഷേപ്പും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇരിക്കും. ഇത് കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഇതിപ്പം സ്പീഡ് വർക്കുള്ളവർക്ക് കട്ട് ചെയ്യാതെയും ഇങ്ങനെ തന്നെ എടുത്തു കഴിഞ്ഞാലും വെന്ത് വന്നിട്ട് ഓരോന്നായി എടുക്കുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇടിയപ്പമായിട്ട് തന്നെ ഇരിക്കും. സമയം എടുക്കും. ഫാസ്റ്റ് പ്രൊഡക്ഷൻ വേണ്ടവർക്ക് ഇങ്ങനെ വെറുതെ അങ്ങ് അടിച്ചു വിട്ടാൽ മതി. പെട്ടെന്ന് അത് തീരുന്ന ഉടനെ അടുത്ത ബാരൽ വെച്ച് ലോക്ക് ചെയ്യുന്നു. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അടിപൊളി. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെ. കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇപ്പൊ കഴിഞ്ഞോ? അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ബാരൽ അപ്പോഴേ ലോക്ക് ചെയ്യും. അപ്പോഴേക്കും അടുത്ത നിറച്ച് വയ്ക്കും. ഇതിപ്പം മെഷീൻ തനിയെ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ലൈറ്റ് ഇൻഡിക്കേഷൻ മാറിയിട്ടുണ്ട്. സൗണ്ട് കൊണ്ട് തന്നെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. എങ്കിലും ഈ കളറും നമുക്ക് മനസ്സിലാവും. അപ്പം അത് വർക്ക് ചെയ്ത് ലൈറ്റ് വരുന്നുണ്ട് ഇതിലിപ്പോ. ഇതിൽ റെഡ്, ബ്ലൂ, ഗ്രീൻ. ഇനി ഇത് കട്ട് ഓഫ് ആയി കഴിയുമ്പോൾ ഗ്രീൻ ലൈറ്റിലേക്ക് മാറും. പിന്നെ നമ്മളിത് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മുടെ സ്വിച്ചിൽ കാലിൽ ഇരിക്കുവാണെങ്കിലും മെഷീന് കംപ്ലൈന്റ് ഒന്നുമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ഫംഗ്ഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. അത് തനിയെ റിട്ടേൺ പോകുന്നു. അതെല്ലാ ഫംഗ്ഷനും അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമ്മളവിടെ ചവിട്ടി പിടിച്ചാലും പ്രശ്നം. നമ്മൾ ചവിട്ടി പിടിച്ചിട്ട് നമ്മൾ അറിയാതെ അതിൽ ചവിട്ടി ഇരിക്കുവാണെങ്കിലും മെഷീൻ അതിനൊന്നും പ്രശ്നമില്ല. അതിലെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടന്നോളൂ. അതെ, ഇപ്പൊ കട്ട് ഓഫ് ആയി തനിയെ അവിടെ നിന്നു തനിയെ കട്ട് ഓഫ് ആയി. അപ്പൊ നമുക്കിത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഊരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിന്റെ വേസ്റ്റ് എന്ന് പറയുന്ന ഒന്നുമില്ല. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടാണ് ഇതിന്റെ ലോക്ക് ഇടുന്നതും എടുക്കുന്നതും ഒക്കെ. ഒരു പണിയില്ല, ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയാൽ മാത്രം മതി. ലോക്ക് അവിടെ നിന്നോളും. ഇല്ലില്ല, ലോക്ക് അവിടെ നിന്നോളൂ. ഇതിനകത്തേക്ക് ഇപ്പൊ പിസ്റ്റൺ ഇറങ്ങാൻ പോവാണ്. മാറ്റിയിട്ട് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പിസ്റ്റൺ താഴോട്ടേക്ക് പോകും. അതെ. ഇതേപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള. ഇതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും അച്ച അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിന് ഉള്ളിൽ ഇട്ട് കൊടുക്കാൻ? ഓൾറെഡി സെറ്റ് ആണോ അത് വരുന്നത്? ഇല്ലില്ല, അത് നമുക്ക് ഇങ്ങനെ അച്ചുണ്ട്. ഇത് ചേഞ്ച് ചെയ്യാം. ഇത് ചേഞ്ച് ചെയ്യാമല്ലോ. ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കുഴലപ്പം ഉണ്ടാക്കാനുള്ള അച്ചുണ്ട്. പക്കാവട നേരിട്ട് എണ്ണയിലേക്ക് ചെയ്യാം. അതുപോലെ തന്നെ മിക്സർ അത് ചെയ്യാം.
ഇതെല്ലാം നമുക്ക് ഇതിൽ ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം ഈ ഒരു മെഷീൻ മതി, എല്ലാത്തിനും ഈ ഒരു മെഷീൻ മതി. ഇതിന്റെ തന്നെ ഈ മെഷീൻ ഇതിപ്പം ഭിത്തിയിൽ ഹാങ് ചെയ്ത് കിടക്കുന്ന മോഡലാണ്. ഇതിന് പുറമെ സ്റ്റാൻഡ് അഡീഷണൽ ആവശ്യമുള്ളവർക്ക് സ്റ്റാൻഡ് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡ് ചെയ്താൽ വീലുള്ള സ്റ്റാൻഡ് ആയിരിക്കും. അപ്പം നേരിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഡയറക്റ്റ് ഈ സ്റ്റാൻഡ് ഉരുട്ടിക്കൊണ്ട് ചെന്നിട്ട് നേരെ എണ്ണയ്ക്കകത്തേക്ക് തന്നെ ഈ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി കുഴലപ്പമാണ് ചെയ്യുന്നതെങ്കിൽ നേരെ കുഴലിങ്ങനെ തള്ളി തള്ളി വരും. നമ്മൾ ജസ്റ്റ് നൈഫ് ഉപയോഗിച്ച് ജസ്റ്റ് കട്ട് ചെയ്ത് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഒന്നിച്ച് എണ്ണയിലിട്ട് വറുത്തെടുക്കാൻ പറ്റും. നമുക്കിതിൽ ഓട്ടോമാറ്റിക്കായിട്ട് റൊട്ടേറ്റ് ആയി വരുന്ന സിസ്റ്റം കൂടിയുണ്ട്. വലിയ തട്ട് വെച്ചിട്ട് ഒന്നിച്ച് അപ്പച്ചമ്പിൽ ഇങ്ങനെ പുഴുങ്ങുന്ന അടുക്കി വെച്ചിട്ട് അപ്പച്ചമ്പിൽ പുഴുങ്ങുന്ന ആ രീതിയിലും ചെയ്യാം. വലിയ ഇടിയപ്പം ചെയ്യാം. അപ്പോൾ അതിൽ തന്നെ ഓട്ടോ റൊട്ടേഷനുള്ള സിസ്റ്റം ഉണ്ട് നമുക്ക്. അത് ജസ്റ്റ് ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. അത് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ റൊട്ടേഷനും കൂടി അതോടൊപ്പം വർക്ക് ചെയ്യും. അങ്ങനെ ഒരു സിസ്റ്റം കൂടി ഉണ്ട്. അത് നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ആളുകൾക്ക് ആവശ്യമുള്ളവർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംവിധാനം അത് റൊട്ടേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് കുത്തുക, ഇല്ലെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ സാധാരണ ചെറുതുണ്ടാക്കാം. വലിയ ഇടിയപ്പമാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ആ ഒരു ഡിവൈസ് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോ റൊട്ടേഷൻ കൂടി സ്റ്റാർട്ട് ആകും. അപ്പം വലിയ ഇടിയപ്പം ഇതേ തന്നെ ചെയ്യാൻ പറ്റും. ഇത്രയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള യൂസ് ഉള്ള ഒരു മെഷീനറിയാണിത്. ഈ ഒരു മെഷീൻ എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് ഹോസ്റ്റലുകൾ, പിന്നെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നവരുണ്ട്, ഹോട്ടലുകളിൽ കൊടുക്കുന്നവരുണ്ട്, പിന്നെ ഡ്രൈ ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുന്ന ഏജൻസികളുണ്ട്, പിന്നെ നൂഡിൽസിൻ്റെ ഐറ്റം ഡ്രൈ ആയിട്ട് സെയിൽ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരേപോലെ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ കുഴലപ്പം ഉണ്ടാക്കി സപ്ലൈ ചെയ്യുന്നവരുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ എവിടെയൊക്കെ നിങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് എൻറ്റയർ കേരളയിൽ ഇത് പല ജില്ലയിൽ നിന്ന് ആളുകൾ വന്ന് കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടും ഇതിന് കണ്ട് ഇഷ്ടപ്പെട്ട് രണ്ടാമത് കയ്യിൽ ബൈ ഹാൻഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ തമിഴ്നാട്. അതെ അതെ, അവിടെ ഒന്നും ഇല്ലാത്തൊരു ടെക്നോളജിയാണ് ഇത്. പേറ്റന്റഡ് ആണ് ശരിക്കും ഇതിന്റെ ടെക്നോളജി. എനിക്ക് പേറ്റന്റ് ഗ്രാൻഡഡ് ആയതാണ്. അതെ അതെ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ. ഇതിന് എങ്ങനെയാണ് വാട്ട്സ് ഒക്കെ വരുന്നത്? നമുക്ക് കറണ്ട് നമുക്ക് ഈ മെഷീന് വരുന്നത് 100 വാട്ട്സ് കറണ്ട് ആണ് വരുന്നത്. ഇത് 24 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ SMPS കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് 110 വോൾട്ട് മുതൽ 270 വോൾട്ട് വരെയുള്ള AC കറണ്ടിൽ ഇത് കുത്താം. അത് വോൾട്ടേജ് വേരിയേഷൻ പ്രശ്നമില്ല. അതുകൊണ്ട് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്. എവിടെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഇതിന്റെ പ്രൈസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? ഇതിന്റെ പ്രൈസ് നമുക്ക് 1 ലക്ഷം രൂപയോളമാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഇതിന്റെ തന്നെ ഓട്ടോമാറ്റിക് സിസ്റ്റം വരുമ്പോഴേക്കും അതിന്റെ പ്രൈസ് ആഡ് ഓൺ ചെയ്യും. അത് ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആ സിസ്റ്റം കൂടി വരുന്നതിന്റെ ഒരു എക്സ്ട്രാ റേറ്റ് വരുന്നുണ്ട്. ഇതിന്റെ മറ്റൊരു അട്രാക്ഷൻ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് ലൈവായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയായിരിക്കും അല്ലേ? അതെ അതെ അതെ. നമ്മളിപ്പോ ഒരു കാറ്ററിംഗ് സർവീസ് ഒക്കെ ഉള്ള ആളുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ഒരു കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കൈക്ക് ഒട്ടും സ്ട്രെയിൻ ഇല്ലാത്തൊരു വർക്കാണ്. വെറുതെ ഫുഡ് സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു മെക്കാനിക്സ് ആണ്. കൈകൊണ്ടല്ല ഇത് ചെയ്യുന്നത്. കാല് പ്രസ് ചെയ്യുക. അപ്പൊ കൈ സ്വിച്ചിൽ പ്രസ് ചെയ്തിട്ടും പെയിൻ ആവില്ല. ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹോസ്റ്റലിന്റെ ഓണർ ആയിട്ടുള്ള ടെസി ചേച്ചി ഇപ്പം മുന്നുള്ളത്. ചേച്ചി, ഈ ഒരു മെഷീൻ വരുന്നതിന് മുന്നേ വന്നതിന് ശേഷമുള്ള വ്യത്യാസം എങ്ങനെയുണ്ട്? ഈ മെഷീൻ വരുന്നതിന് മുന്നേ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയൊരു മെഷീൻ ഉപയോഗിച്ചാണ്. അത് 6 എണ്ണം ഒരേ സമയം 7 പേര് ഒരേപോലെ നിന്ന് ഉണ്ടാക്കിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് വളരെ ആയാസം കൂടുതലുള്ളതാണ്. എന്നാൽ ഈ മെഷീൻ വന്നതോടെ ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല 2 പേര് കൊണ്ട് ആ സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. 7 പേരൊക്കെ നിന്നിട്ടായിരുന്നു ഇതിന് മുന്നേ ചെയ്തുകൊണ്ടിരുന്നത്. അത് ശരി. മാവിട്ട് കറക്കാനായിട്ട് ഓരോരുത്തർ എടുത്തെടുത്ത് കൊടുക്കണേ. 6-7 പേര് വേണം. ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് കൊടുക്കണമെന്നുണ്ടായില്ല. പ്രത്യേകിച്ച് കുട്ടികൾ പെട്ടെന്ന് സമയത്ത് നമുക്ക് 6:30 ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആകേണ്ടതുണ്ട്. ഇത് കൊടുക്കുകയും വേണം. അപ്പം നമ്മൾ അപ്പോൾ റെഡി ആയിട്ട് ഉണ്ടാക്കി ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കുക പതിവ്. ഇത് മെഷീനെ കൊണ്ട് ചെയ്യുമ്പോൾ പഴയതിനേക്കാൾ നന്നായിട്ടുണ്ടാകുന്നുണ്ട്. ഒരേ ഷേപ്പിലും ഒരേ ഇതില് ഒരേ രീതിയിൽ ഒരേ ഇടിയപ്പം എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ട്. സമയത്ത് തന്നെ ആവുന്നുണ്ട്. നമ്മൾക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് ചെയ്തു കൊടുക്കാം. എത്ര വേണേലും വളരെ ഈസിയാണ്. ഒരു ദിവസം എത്ര പേര് ചെയ്യും രാവിലെ? ഞങ്ങൾക്ക് ഒരു സമയം 1000 എണ്ണം ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ഒരേ ടൈമില്. മെഷീൻ വന്നപ്പോൾ വളരെ എളുപ്പമായി, കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായി. അതെ അതെ. എത്രയാണ് ഓർഫ ടെക്നോളജിയുടെ ഇടിയപ്പം മേക്കറിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇടിയപ്പം മാത്രമല്ല ഇതിൽ ചെയ്തെടുക്കുന്നല്ലേ, പല രീതിയിലുള്ള പലഹാരങ്ങളും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മെഷീന്റെ നിർമ്മാണ രൂപം വന്നിരിക്കുന്നത്. എന്തായാലും സംശയം നിങ്ങൾക്ക് ഉണ്ടാവാം, കാരണം വളരെ വേഗതയിൽ ഫാസ്റ്റ് ആയിട്ടാണ് ഈ മെഷീന്റെ പ്രവർത്തനം നിങ്ങളിലേക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്നത് പോലെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.